ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ സുനില രാകേഷ്. ഇന്നത്തെ വീഡിയോ 2 ദിവസം മുന്നേ അങ്ങനെ രാത്രി എന്താ പറയുക, സ്കൂളിൽ നിന്ന് വന്നു, ട്യൂഷനൊക്കെ കഴിഞ്ഞു, ഒന്ന് പുറത്ത് പോകാമെന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പുറത്ത് പോയതാണ്. ഉത്തരായണൊക്കെ അല്ല വരുന്നത്. അപ്പോൾ 14-ാം തീയതി ഉത്തരായണം എന്ന് പറയണമെങ്കിൽ കൈറ്റ് ഫെസ്റ്റിവലാണ്, എല്ലാവർക്കും അറിയാലോ. അപ്പോൾ അതിന് വെറുതെ ഒന്ന് പോയി നോക്കാം, വെറുതെ ഒന്ന് കറങ്ങി വരാം എന്നൊക്കെ വിചാരിച്ച് ഞങ്ങളിങ്ങനെ ഇറങ്ങിയതാണ്. അപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ അടുത്ത് തന്നെ ഒരു നല്ല മാരുതി പ്ലാസയുടെ അടുത്തായിട്ട് വരുന്നുണ്ട്. കുറേ പട്ടങ്ങൾ കിട്ടുന്ന ഒരു കട കണ്ടു. അതായത് പട്ടം ചുറ്റണതാണ് കേട്ടോ. പട്ടമല്ല, പട്ടത്തിൻ്റെ നൂലില്ലേ, പിർക്കി എന്ന് പറയും, അത് ചുറ്റണതാണ്. നമ്മുടെ നോർമൽ നൂലുകളിൽ അതുമ്മ കുപ്പിച്ചില്ലും ഇതൊക്കെ ഇത് അരച്ച് കലക്കിയ പേസ്റ്റ് തേച്ച് ഉണക്കിയിട്ട് പിന്നെ അവർ വേറെ ഒരു റിങ്ങുമ്മ ചുറ്റിയിട്ട് അതുമ്മന്ന് ഓരോ എന്താ പറയാതിരിക്കുന്നില്ല, ഒരു ബയ്യരിക്കണേൻ്റെ പിന്നിൽ ഒരു റോള് കണ്ട, ഈ റോളുമ്മ അവർ ചുറ്റിയിട്ടാണ് വിൽക്കുക. ഇത് നോർമൽ നൂലുകളാണ് ഈ കാണുന്നത്. പല പല കമ്പനിയുടെ പല പല വിലയേറിയുണ്ട് കേട്ടോ. അപ്പോൾ പല പല വിലയേറിയുണ്ട്. അപ്പോൾ ഈ ഉത്തരായണം എന്ന് പറഞ്ഞാൽ 14-ഉം 15-ഉം ഉണ്ടല്ലോ, എത്ര കാശ് ചിലവായാലും ശരി എല്ലാവരും നല്ലോണം അടിച്ച് പൊളിക്കും. ഈ കാണുന്നതൊക്കെ ഓരോ ബ്രാൻഡ് നൂലുകളാണ് കേട്ടോ. നിങ്ങൾ പലർക്കും അറിയായിരിക്കും, എന്നാലും ഞാൻ പറയാണ്, നമ്മൾ മലയാളികൾക്ക് അത്രയ്ക്ക് സുപരിചിതമാവില്ലല്ലോ. അപ്പോൾ അത് കാരണം ഞാൻ ഈ ഫെസ്റ്റിവൽ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്താ പറയുക, എൻ്റെ വീഡിയോ കണ്ടിട്ട് ഹിന്ദിക്കാരെങ്കിലുമൊക്കെ അവർക്കൊരു കസ്റ്റമേഴ്സിനെ കിട്ടിയ നല്ലതല്ലെന്ന് വിചാരിച്ച് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവർ പറഞ്ഞു, മാഡം ഉത്തരായണിന് മുന്നിടില്ലേ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞാൽ ഇടാം. അപ്പോൾ 2-3 ദിവസമായിട്ട് സ്കൂളിൽ നിന്ന് ലേറ്റായിട്ടാണ് വന്നുകൊടുന്നത്. ഇന്നലെ ഇത്തിരി നേരത്തെ വന്നു, ഇന്നും നേരത്തെ വന്നു. അപ്പോൾ നേരം കിട്ടിയപ്പോൾ വേഗം തന്നെ ഇടാമെന്ന് വിചാരിച്ചു. ആർക്കെങ്കിലും നമ്മളെ കൊണ്ടൊരു ഉപകാരം ആയാലാന്ന് വിചാരിച്ചിട്ട്. കണ്ട പട്ടങ്ങൾ നോക്കി പല സൈസിൽ പല ഡിസൈൻസിൽ. രാധ എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. പിന്നെ കുഞ്ഞു കുഞ്ഞു മക്കൾക്ക് വേണ്ടിയിട്ട് കണ്ട കുഞ്ഞു കുഞ്ഞു ബട്ടൺസ്. എൻ്റെ ഉണ്ണിക്കുട്ടനും ചീച്ചൊക്കെ ചെറുതായിരിക്കുമ്പോൾ ഞങ്ങളിങ്ങനെ വാങ്ങാറുണ്ട്. അതുപോലത്തെ പിറുക്കിയൊക്കെ കിട്ടും. പിറുക്കി എന്ന് പറഞ്ഞാൽ നൂലിൻ്റെ റോളിന് പിറുക്കി എന്ന് പറയാം. ഉണ്ണിക്കുട്ടൻ ചെറുതായിരിക്കുമ്പോൾ ഞാൻ എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആണിമേ പട്ടം കെട്ടി നൂലൊക്കെ കെട്ടിയിട്ട് കൊളുത്തിട്ട് കൊടുക്കും. അപ്പോൾ ആ വടിയിലിരുന്ന് ഇങ്ങനെ വലിക്കും. രാകേഷ് ചേട്ടന് ഭയങ്കര ഷോക്കാണ് കേട്ടോ ഉത്തരായൻ്റെ. ഈ എന്താ പറയുക, കുപ്പിച്ചില്ലൊക്കെ ഇതാക്കണത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഫൈറ്റിങ് പോലെയാണ് ഇത്. ഓരോരുത്തരെ പട്ടം പോയിട്ട് വേറെ പട്ടത്തിനെ മുറിച്ചിടും. അപ്പോൾ അത്രയ്ക്ക് നൂലിന് കട്ടിയുണ്ടെങ്കിൽ അങ്ങനെ മുറിക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ കണ്ടത് ഭയങ്കര വലുപ്പമൊക്കെ ഉള്ളത് നോർമൽ സൈസിൻ്റെ. പിന്നെ കണ്ടില്ലേ ഇങ്ങനെ വാല് പോലെയൊക്കെ ഉള്ളത് ഞാൻ നിൽക്കുന്നത് പീപ്പികൾ. ഈ പീപ്പികൾ വെച്ചിട്ട് ഇങ്ങനെ പാ പാ അങ്ങനത്തെ സൗണ്ട് എടുത്തിട്ടൊക്കെ ഇവർ പറപ്പിക്കുമ്പോൾ വേറെ വല്ലവരെ മുറിക്കുമ്പോൾ ഭയങ്കര ഇതായിട്ട് എക്സൈറ്റ്മെൻറ്റായിട്ട് ഇതുകൊണ്ട് പീപ്പി വിളിക്കും. പിന്നെ അതായത് കയ്യമ്മലൊക്കെ വെച്ചിട്ടാണ് ബാൻഡേജാണ് കേട്ടോ. പിന്നെ കണ്ണാടകൾ, കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ചിട്ട് നിൽക്കുക. കാരണം ഈ 2-3 ദിവസം ഭയങ്കര തണവും നല്ല കാറ്റുമായിരിക്കും. കാറ്റിനനുസരിച്ചാണ് പട്ടം പറക്കാട്ടോ. ഇതാണ് കണ്ട കുപ്പിച്ചില്ല അരച്ച് കലക്കി തേക്കുന്നതാണ് കാണുന്നത്. ഇങ്ങനെ കലങ്ങാൻ വേണ്ടിയിട്ട് കണ്ട ഇളക്കിയിട്ട് ഇത് ചുവന്ന കളർ മറ്റേ കറുപ്പല്ല നിങ്ങൾ കണ്ട. ഇതിപ്പോൾ ഇത് ചുറ്റും. ഇത് ചുറ്റിയിട്ട് 2-3 ദിവസം വെച്ച് ഉണക്കിയിട്ടാണ് പിന്നെ മറ്റേ പിറുക്കിയുമ്മ കയറ്റുക. അപ്പോൾ പല നാടുകളിൽ പല സംസ്കാരങ്ങളല്ലേ അല്ലേ. ഇപ്പം നമ്മുടെ അവിടെ അന്ന് മകരവിളക്കാണ്, ഇവിടെ മകരസംക്രാന്തി, ഉത്തരായൺ, കൈറ്റ് ഫെസ്റ്റിവൽ, ഇങ്ങനെ പല പല പേരുകളിലും പറയും. റിവർ ഫ്രണ്ടിലൊക്കെ എന്താ പറയുക, കൈറ്റ് ഫെസ്റ്റിവൽ ഭയങ്കരമായി ആഘോഷിക്കുന്നതാണ്, പുറത്തുനിന്നൊക്കെ ആൾക്കാർ വന്നിട്ടൊക്കെ. പിന്നെ പല പല മാസ്കുകളൊക്കെ കിട്ടുന്നുണ്ട്. മാസ്കുകളുടെയൊക്കെ വീഡിയോ കണ്ടെങ്കിൽ ഞാൻ ഇടയ്ക്ക് കുഞ്ഞു കുഞ്ഞു പെറുക്കികൾ കണ്ട കുഞ്ഞുമക്കൾക്ക് വേണ്ടിയിട്ട് നോക്കി. എൻ്റെ കയ്യിലൊക്കെ എന്തോരം വരുന്നുണ്ട്. അങ്ങനെ ഇത് ഇത്തിരി കൂടി വലിയ പിള്ളേർക്കുള്ളത്. ഇത് പിള്ളേരുടെ തലയിലൊക്കെ ഹെയർ ബാൻഡ് പോലെ വെച്ചിട്ട് ലൈറ്റ് കത്തുന്നത്. അങ്ങനെ ഇവിടെ സീസൺ വൈസല്ലേ ഓരോ ഫെസ്റ്റിവലായിട്ട്. ഈ ഭയ്യ പറഞ്ഞു എൻ്റെയും കൂടി വീഡിയോ എടുക്കുമോ എന്ന് പറഞ്ഞിട്ട് ഞാൻ എടുത്തതാണ്. എനിക്ക് എത്ര സന്തോഷമാണെന്നറിയോ. നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ പലരും പുച്ഛിക്കുന്നവരുണ്ടായിരിക്കും, പക്ഷേ ഇങ്ങനെ ഓരോരുത്തർ നമ്മളോട് പറയുമ്പോഴേ നമുക്ക് തന്നെ ഒരു റെസ്പെക്റ്റ് അല്ലേ എന്ന് വിചാരിച്ച് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഒക്കെ എൻ്റെ ഫ്രണ്ട്സിന് ഇഷ്ടപ്പെടുന്നുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ കടക്കാർക്ക് നല്ല കച്ചവടം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരെ എല്ലാതും സെയിലായിട്ട് പോട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ബെസ്റ്റ് ഓഫ് ലക്ക് ഇവർക്ക് വേണ്ടിയിട്ട്. ഹിന്ദിക്കാരാണ് ഞാൻ പറയുന്നത്, മനസ്സിലാവുന്നില്ല. എന്നാലും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ.